ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു പ്രാക്ടിക്കൽ വീഡിയോ ആണ് നിങ്ങളുടെ ചാപ്റ്റർ 3 കമ്പ്യൂട്ടർ ലാംഗ്വേജ് അഥവാ നമ്മുടെ പൈത്തണിലെ ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, പൈത്തണിൽ നമ്മൾ 2 ടൈപ്പ് ക്വസ്റ്റൻ ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു ഇൻപുട്ട് തന്നാൽ നമ്മളെങ്ങനെ ഒരു കോഡ് ഉണ്ടാക്കുന്നു, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, 2 രീതിയിൽ ചെയ്യും. നമ്മൾ ഐഡിയലിയിൽ എങ്ങനെ റൺ ചെയ്യുന്നത് കാണും, അതേപോലെ നമ്മൾ ടെക്സ്റ്റ് എടുത്ത് ചെയ്യുന്നതായിരിക്കും. അതും പോരാ, നമുക്കൊരു ലൂപ്പൊക്കെ തന്നിട്ട് ഒരു ലൂപ്പ് നമ്മളോട് കോഡ് ഉണ്ടാക്കാൻ പറയും, അതിൽ നിന്ന് ചെറിയ മാറ്റം വരുത്താൻ പറയും, അതും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ അത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഉള്ള കമാൻഡ് വെച്ചുള്ള ചെയ്യും. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മക്കളെ മറക്കരുത്, ഇത് ചാപ്റ്റർ 3-ൻ്റെയാണ്. ചാപ്റ്റർ 1-ൻ്റെയും 2-ൻ്റെയും 5-ൻ്റെയും പ്രാക്ടിക്കൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ കുറേ തിയറി വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഈ ചാനൽ മറക്കരുത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നിങ്ങളുടെ എല്ലാ എക്സാമിനും, IT മാത്രമല്ല എല്ലാ എക്സാമിനും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. Write a Python program to find the area of the field if its length is 150 meter and width is 220. എടുത്തതിന് ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളെ മാത്സ് പഠിപ്പിച്ചിട്ടുണ്ട്. 150 × 20 എത്ര ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെ ഇതിനെ പൈത്തൺ പ്രോഗ്രാം ഉണ്ടാക്കുക? വളരെ സിമ്പിൾ. നിങ്ങളിതാ ഈ സാധനത്തിന് മാറ്റി വെക്കുക, ഈ താഴെ ഷോ ഓൾ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. നമുക്ക് വേണ്ടത് പൈത്തണിനല്ല പോയി സെർച്ച് ചെയ്യേണ്ടത്. പൈത്തണിന് പോയി സെർച്ച് ചെയ്താൽ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഇതാ ഈ ഐഡിയലി വരും. നമുക്ക് ഐഡിയലി ആണ് വേണ്ടത് കേട്ടോ. ഐഡിയലിൻ്റെ ഫുൾ ഫോം അറിയെങ്കിലും ഡെഫിനറ്റ്ലി ഒന്ന് കമൻറ്റ്സിൽ അറിയുക, കാരണം ഇതൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആട്ടോ. അപ്പോൾ ഐഡിയലി ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഐഡിയലി ഇനി ചാടി കയറിയിട്ട് പോയിട്ട് ഇത് അടിക്കരുത്. ഇപ്പോൾ നമുക്ക് വന്നത് ഐഡിയൽ ഷെൽ വിൻഡോ. ഓക്കെ, ഷെൽ വിൻഡോ ആണ്. ഇവിടെ എല്ലാം നമ്മൾ കോഡ് അടിക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഫയൽ നിൽക്കുക, ന്യൂ ഫയൽ നിൽക്കുക. ഇതാണ് നമ്മുടെ കമാൻഡ് എഡിറ്റ് ചെയ്യാനുള്ള സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ പേരെന്താണ് ഈ വിൻഡോൻ്റെ? ഇത് ഷെൽ വിൻഡോ. ഇതെന്ത് വിൻഡോ ആണ്? ഈ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് വേണ്ട എന്താണ്? ബേസിക്കലി ഫൈൻഡ് ദ പ്രോഗ്രാം. ഇത് എന്താണ്? ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു കുട്ടിയാണ്, നമ്മളെന്താ ചെയ്യുക? എക്സാമ്പിൾ എടുത്ത് ലെങ്ത് ഈസ് ഈക്വൽ ടു 150 മീറ്റർ, വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 20 മീറ്റർ, ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അങ്ങനെയല്ലേ കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കോഡും വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേരിയബിൾസ് ഉപയോഗിക്കും. വേരിയബിൾസ്. ഓക്കെ, വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നമ്മൾ x ഈക്വൽ ടു 50, y ഈക്വൽ ടു എക്സും വൈയും അല്ലേ, ഏത് വേണേ ആവാൻ പറ്റും. അതല്ല, അപ്പോൾ നമ്മൾ ഇവിടെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് എന്നുള്ള വേരിയബിൾ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് വേണേൽ L എന്ന് ഉപയോഗിക്കാം. 2 ഞാൻ കാണിച്ചു. അപ്പോൾ ഞാൻ ലെങ്ത്ത് ഈസ് ഈക്വൽ ടു എത്രയാ? 150. മക്കളെ മാത്സ് ക്ലാസ് ആണ് വിചാരിച്ചിട്ട് യൂണിറ്റ് കൊടുക്കേണ്ട ആവശ്യം തൽക്കാലം യൂണിറ്റ് ഒന്നും വേണ്ട. ഓക്കെ, 150. അടുത്ത എൻ്റർ കൊടുത്തു. വിഡ്ത്ത് എത്രയാ? 20. ഓക്കെ, ഈസ് ഈക്വൽ ടു, സ്പേസ് ഇടുന്നതിനും കുഴപ്പമില്ല, ഈസ് ഈക്വൽ 20. ഇനി എന്താ നമുക്ക് വേണ്ട? ഏരിയ തന്നെ ഒരു പുതിയ വേരിയബിളാണ്. ഈ ഏരിയ ഈസ് ഈക്വൽ ടു എന്താ? ഏരിയ എന്നുള്ള വേരിയബിൾ എന്ന് പറയുമ്പോൾ ലെങ്ത്ത് ഇൻറ്റു എന്ന് പറയുമ്പോൾ എക്സ് അല്ല കേട്ടോ, എക്സ് അല്ല. ഈ ഷിഫ്റ്റ് നോക്കിയിട്ട് 8 സ്റ്റാർ കിട്ടും. ഓക്കെ, ഷിഫ്റ്റ് 8 ഒരുമിച്ച് ആക്കിയാൽ സ്റ്റാർ കിട്ടി. ലെങ്ത്ത് സ്പെല്ലിംഗ് തെറ്റി, ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ലെങ്ത്തിൻ്റെ വിഡ്ത്ത് കിട്ടിയിട്ട് കമ്പ്യൂട്ടർ സൂക്ഷിച്ച് വെക്കണോ? ഇല്ല, കമ്പ്യൂട്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരണം, ഈ കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോൾ എന്താ ചെയ്യാണ്? പ്രിൻറ്റ്. ഓക്കെ, പ്രിൻറ്റ് ഏരിയ. ഓക്കെ, പ്രിൻറ്റിനുള്ളിൽ നിങ്ങൾക്ക് വേരിയബിൾ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. കുറേ വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് കോമറ്റ് എടുക്കുക, ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇതൊരു സിമ്പിൾ കോഡാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ റണ്ണ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ സേവ് ചെയ്യണം. അപ്പോൾ ഫയലിൽ വരിക, സേവ് ആസ് കൊടുക്കുക. തെറ്റുകളുണ്ട് നമുക്ക് മനസ്സിലാക്കട്ടെ. ഒരുമിച്ച് exam 10 കൊടുക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ എന്താണ്? നമുക്ക് 8086_7 ആണെന്ന് തോന്നുന്നു ഞാൻ ചെയ്യുന്നത്. ഓക്കെ, 7. ഓക്കെ, അപ്പോൾ സേവ്. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോ. ഇതാ എന്താണ്? ലെഗത്ത് ഇസ് നോട്ട് ഫൗണ്ട്. അപ്പോൾ എന്താ ലെഗത്ത്? ഇത് എവിടെ നോക്കിയാൽ ഇത് ലെഗത്ത് ഇപ്പോൾ ലെങ്ത്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ല കമ്പ്യൂട്ടർ. അപ്പോൾ ഞാൻ ഒന്നുകൂടി സേവ് ചെയ്യുന്നു. സേവ് കൊടുത്താൽ മതി. ഇനി സേവ് ആസ് വേണ്ട, റണ്ണ് കൊടുക്കുന്നു. ഇതാ ഏരിയ പ്രിൻ്റായി 3000. ഇനി ഇതേ സാധനം നമുക്ക് ഏരിയ മാത്രം പ്രിൻ്റായതില്ലേ? 150 × 20 പ്രിൻ്റായി. ഓക്കെ, ഇനി നമുക്ക് ഇതേ സംഭവം കുറച്ചുകൂടി അടിപൊളിയൊക്കെ ലെങ്ത്ത് എന്നുള്ളത് വേണേൽ L ഇടാം. L. ഓക്കെ, വിഡ്ത്ത് എന്നുള്ള W ഇടാം. അപ്പോൾ നമ്മൾ ഏരിയ കൊണ്ട് L × W എന്നാവണം. ഇനി പ്രിൻ്റ് ഏരിയ ഇതിപ്പോൾ തൽക്കാലം സേവ് ചെയ്താൽ റൺ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സെയിം ആൻസർ കിട്ടി 3000. ഇനി കുറച്ചുകൂടി സ്റ്റൈലിന് പ്രിൻ്റ് ഏരിയ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ പ്രിൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഏരിയ ഇസ് എന്ന് കൊടുക്കാം, ഒരു സ്പേസ് കൊടുക്കാം, എന്നിട്ട് എന്താ കോഡ്സ് കളയാം, ഇത് കോമ്പ ഇടുന്നു, എന്നിട്ട് ഏരിയ ഇടുന്നു. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയത്, സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കിയാൽ അപ്പോൾ കുറച്ചുകൂടി സ്റ്റൈലായി. ഇപ്പോൾ പ്രിൻറ്റിൽ ഏരിയ ഇസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഏരിയ ഇസ് 3000. ഇനി നിങ്ങൾക്ക് ഒരു സാധനം കൂടി വെറുതെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. എന്താ? സ്ക്വയർ മീറ്റേഴ്സ് ഇടാം. സ്ക്വയർ മീറ്റേഴ്സ്. ഓക്കെ, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, റൺ ചെയ്യാൻ. സേവ് ആയിക്കോളും. ഏരിയ 3000 സ്ക്വയർ മീറ്റേഴ്സ്. കണ്ടോ? അടിപൊളിയല്ലേ?
ഇതിപ്പോൾ നമുക്ക് തന്ന ലെങ്ത് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ടീച്ചറിനെ റൺ ചെയ്ത് കാണിക്കുക, സേവ് ചെയ്തൊന്ന് ഉറപ്പിക്കുക. L എന്ന് ഉപയോഗിക്കാം, W എന്ന് ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ 150 is equal to L എന്ന് എഴുതരുത്. ഓക്കെ, 150 is equal to അങ്ങനെ എഴുതരുത്. ആദ്യം വേരിയബിൾ is equal to വാല്യൂ കേട്ടോ. ഇങ്ങനെ എഴുതരുത്. ഇങ്ങനെ എഴുതിയാൽ മനസ്സിലാവില്ല കമ്പ്യൂട്ടറിന്. പിന്നെന്താ, ഏരിയ is equal to ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, അല്ലാണ്ട് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് is equal to ഏരിയ എന്നൊന്നും കൊടുത്താൽ മനസ്സിലാവില്ല കേട്ടോ. ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്യരുത്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. സെക്കൻഡ് പ്രോഗ്രാമിലേക്ക് വരാം. ഇനി ഇതേ പ്രോഗ്രാം നിങ്ങൾക്ക് ടെക്സ്റ്റ് എഡിറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാം? അപ്പോൾ നമ്മുടെ ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ നമ്മുടെ എക്സാമ്പിൾ നമ്മുടെ ഫയൽ ഇവിടെ ഉണ്ട്, പൈത്തൺ ഫയൽ. ഇവനാണ് വേണ്ടത്. ഇവൻ നമുക്ക് വേണ്ട. ഡിലീറ്റ് എവിടെ? മൂവ് ടു ട്രാഷ്. ഓക്കെ, ഇവനാണ്. ഇനി ഇതേ സ്ഥലത്ത് നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക? ആ പ്രോസസ്സും കൂടി അറിഞ്ഞു വെച്ചോ. നിങ്ങളിവിടെ ആപ്ലിക്കേഷൻസിലേക്ക് വരുന്നു, ടെക്സ്റ്റ് എഡിറ്റർ എടുക്കുന്നു. ഇനി നിങ്ങൾ എന്താ ചെയ്യണം, നിങ്ങൾ ആ സെയിം കോഡ് കോപ്പി ചെയ്യുന്നു. അപ്പോൾ കോഡ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവനെ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഈ കോഡ് ഞാൻ കോപ്പി ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ഈ സെയിം കോഡ് ടെക്സ്റ്റ് എഡിറ്ററിലുണ്ട് പേസ്റ്റ് ചെയ്താലും മതി കേട്ടോ. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ അപ്പോൾ എൻ്റെ ടെക്സ്റ്റ് എഡിറ്റർ ടെക്സ്റ്റ് എഡിറ്റർ അവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു. ഓക്കെ, പേസ്റ്റ് ചെയ്തു. ഇനി ഞാൻ സേവ് ആസ് കൊടുക്കുന്നു. സേവ് ആസ് എവിടെയാണ്? നമ്മൾ ഒബ്വിയസ്ലി എക്സാം 10 കൊടുക്കേണ്ടത്. നമ്മുടെ റോൾ നമ്പർ ഓഫ് സെർച്ച് അല്ല വേണ്ടത്, 8086 _ 8ാമത്തെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചെയ്യാം. .py പൈത്തൺ ഫയലായിട്ട് സേവ് ചെയ്യണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് .txt ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തായിരിക്കും. അപ്പോൾ നമ്മൾ പൈത്തൺ ഫയലായിട്ട് സേവ് ചെയ്യണം. ഓക്കെ, റെഡി. ഇനി നമ്മളിതാ പൈത്തൺ ഫയൽ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് പൈത്തണിൽ ഓപ്പൺ ചെയ്യാം. ഇത് പക്ഷേ ഓപ്പൺ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് എഡിറ്റർ വരുന്നത്. ഓക്കെ, ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത്. ഇനി നമുക്ക് 8086.8 ഇതെങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്? ഇതിപ്പോൾ ടെക്സ്റ്റ് ഫയലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് നിൽക്കുക. ഓക്കെ, ഇവിടെ റൈറ്റ് ക്ലിക്ക് നിൽക്കുക. നേരത്തെ പോലെ റൺ ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ റൈറ്റ് ക്ലിക്ക് നിൽക്കുക, ഓപ്പൺ ഇൻ ടെർമിനലിൽ നിൽക്കുക. ഓക്കെ, അപ്പോൾ ഈ സ്ഥലം exam 10 എന്നുള്ള ഫോൾഡർ ഓപ്പൺ ഇൻ ടെർമിനലായി. ഓക്കെ, അവിടെ ഇത് ടെക്സ്റ്റ് ഫയലുകളാണ്. ഇത് റൺ ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് കയറുക, Python 3 എന്ന് അടിച്ചു കൊടുക്കുക. Python 3 ഇത് ഓപ്പൺ ചെയ്യണം. ഇനി എന്താണ് കൊടുക്കേണ്ടത്? ഫയൽ നെയിം കൊടുക്കുക. എന്താണ് ഫയൽ നെയിം? 8086 _ ഏതാ നമുക്ക് 8ാമത്തെ ഫയൽ .8.py. പൈത്തണിൽ ഇത് ഓപ്പൺ ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ എന്താ ആൻസർ? ഏരിയ is 3000 square meters. അതേ സാധനം നമുക്ക് ഈ ഫോൾഡറിലുള്ള ഏതൊരു പൈത്തൺ നമുക്ക് ഓപ്പൺ ചെയ്യാം. Python 3 കൊടുത്തിട്ട് സ്പേസ് കൊടുക്കുക, 8086 _ എന്താണിത്? നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ .py. ഓക്കെ, അപ്പം വീണ്ടും സെയിം ആൻസർ, കാരണം സെയിം ഫയലാണ് രണ്ടിലും. ഇനിയിപ്പോൾ ഞാൻ ഇത് നോക്കട്ടെ, Python 3 നമുക്ക് വെറുതെ തെറ്റായ ക്വസ്റ്റ്യൻ നോക്കാം, 8086 _ 5. 5ാമത്തെ ക്വസ്റ്റ്യൻ HTML ആണ്. അത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ? അതിൻ്റെ കോഡാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ കോഡാണ് വരുന്നത്. അപ്പോൾ സിൻടാക്സ് എറർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇങ്ങനെയും ചെയ്യാൻ പറ്റും പൈത്തണിൻ്റെ കോഡ്. ഓക്കെ, ഐഡിയലി ഇതിനെക്കാളും നല്ല എന്താ IDLE ഉപയോഗിക്കുകയാണ്. ഓക്കെ, അതാണ് കുറച്ചുകൂടി സിംപ്ലർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോഗ്രാം പ്രിൻസ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 3. 3ൻ്റെ ഗുണന പട്ടിക എന്താണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോഡ് വന്നിട്ടുണ്ട്. ഇതൊരു ലൂപ്പ് വെച്ചിട്ടാണ്. ഇത് നമ്മൾ സേവ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ്? മോഡിഫൈ ദ പ്രോഗ്രാം ടു 10 × 3 വരെ കിട്ടാണത്. ഇപ്പം എത്ര 4 × 3 വരെ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് ട്രൈ നോക്കാം. ആദ്യം ഈ കോഡ് ഉണ്ടാക്കുക, അതിൽ ചെറിയ മാറ്റം വരുത്തുക. ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാം. യൂസ്ഫുൾ ആയിരിക്കും മക്കളെ. അപ്പോൾ നമ്മൾ വിൻഡോസ് കീ എടുക്കുന്നു, IDLE എടുക്കുന്നു. ഇവിടെ കൊണ്ടേ കോഡ് ടൈപ്പ് ചെയ്യുന്നില്ല. ഇത് ഷെൽ വിൻഡോ ആണ്. ഫയൽ, ന്യൂ ഫയൽ. ഇതാണ് നമ്മുടെ എഡിറ്റർ വിൻഡോ. ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കോഡ് i = 1 എൻ്റർ വൈൽ കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. വൈൽ എന്ന് പറയുമ്പോൾ വൈൽ ലൂപ്പ് ആട്ടോ. വൈൽ 5 i < 5. i 5ന് താഴെയുള്ള സമയത്ത് തുടങ്ങാം. എന്നിട്ടൊരു ടാബ് ഇട്ട് കൊടുക്കുക, പ്രിൻ്റ്. ഓക്കെ, പ്രിൻ്റ് എന്താണ്? ഐനെ പ്രിൻ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ x3 i കഴിഞ്ഞിട്ട് i പ്രിൻ്റ് ചെയ്യുന്നു. i എന്നുള്ള നമ്പർ പ്രിൻ്റ് ചെയ്യുന്നു. എന്നിട്ട് കോഡ്സ് കൊടുക്കുന്നു, x3 എന്ന് കൊടുക്കുന്നു. കാരണം × 3 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. × 3 വേണം. ഇവിടെ സ്പേസ് ഇട്ട് കൊടുക്കാം. വേണ്ട, സ്പേസ് വേണ്ട അല്ലേ, x3. എന്നിട്ട് എന്താണ്? = കൊടുക്കണം. ഓക്കെ, അപ്പം i എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 × 3 എന്ന് അടിക്കും. അടുത്ത ലൂപ്പിൽ 2 × 3 എന്ന് അടിക്കും. പിന്നെ 3 × 3 എന്ന് അടിക്കും. അങ്ങനെ പോകും. ഓക്കെ, ഇനി എന്താണ്? അത് കഴിഞ്ഞിട്ട് എന്താണ്? i × 3 എന്നുള്ള വാല്യൂ തന്നെ ഇടണം. i × സ്റ്റാർ ആട്ടോ. സ്റ്റാർ കമ്പ്യൂട്ടറിൽ മൾട്ടിപ്ലിക്കേഷൻ നമ്പർ സ്റ്റാർ ആണ്. നമ്മളിവിടെ ഷോവിന് ഇത് x3 എന്ന് പറയുമ്പോൾ ഷോ ആണ്. ഓക്കെ, ഇനി പ്രിൻ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്താണ്? അപ്പം ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ലൂപ്പിൽ എന്താ സംഭവിക്കുക? i 1 അല്ലേ? i 1 ആണ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത്. 1x3 = 1 × 3. എന്നിട്ട് i = i + 1. അങ്ങനെ പറഞ്ഞാൽ എന്താ? iനെ ഒന്ന് കൂട്ടിക്കോ. i ഇപ്പോൾ 1 ആണ്. 1 + 1 എത്ര? 2i. iൻ്റെ വാല്യൂ കൂടി. ഓക്കെ, ഇൻക്രിമെൻ്റ് ആയി. ഓക്കെ, അപ്പോൾ i = i + 1. ഈ i എന്താണ്? i 2 ആയി കേട്ടോ. i + 1 ആണ്. ഓക്കെ, ഇത്
ഈ കോഡ് അങ്ങനെ തന്നെ ഞാൻ കോപ്പി അടിച്ച് ടൈപ്പ് ചെയ്തു. ഈ ഇൻഡൻറ്റേഷനും ടാബൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്താ ഫയൽ സേവ് ആസ് കൊടുക്കുന്നു കേട്ടോ. സേവ് ആസ് എക്സാം 10 നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ 8386_9 പൈത്തൺ തന്നെ വന്നോളും. ഇനി റണ്ണ് കൊടുക്കുന്നു. പ്രശ്നങ്ങൾ എന്താണ്? എക്സ്പെക്റ്റഡ്. ഇതെന്താണ്? ഇവിടെ ഒരു കോളൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ റെഡ് കളർ കാണിച്ചെടുത്ത്. അപ്പോൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ ഇവിടെ ഉണ്ട് ഈ കോളൻ ഞാൻ ഇട്ടില്ല, അപ്പോൾ കോളൻ ഇടണം. അപ്പോഴാണ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് മനസ്സിലാവുക. എന്നിട്ട് ഞാൻ ഒന്നുകൂടിയും റണ്ണ് കൊടുക്കുന്നു. സേവ് ആയിക്കോളും. അപ്പോൾ തന്നെ സേവ് കൊടുക്കുന്നു. ഇതാ 1x3 2x3 2 അതിൻ്റെ സ്പേസ് ഉണ്ട്, പക്ഷേ എക്സ് അതിൻ്റെ സ്പേസ് ഇല്ല. അപ്പോൾ ഒരു വൃത്തിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതാ ഈ കോഡിൽ എക്സ് അതിൻ്റെ ഒരു സ്പേസ് ഇടുന്നു, x3. ഓക്കെ, ഇനി ഒന്ന് റൺ വെക്കുന്നു, സേവ് കൊടുക്കുന്നു. നോക്കിയാൽ ഇപ്പോൾ കുറച്ചുകൂടി വൃത്തി 1x3 1 × 3 3 3 അതിൻ്റെ ഒരു സ്പേസ് വേണം. വൃത്തിയാക്കാം. വൃത്തിയിൽ നമുക്ക് ചെയ്യാം. ഇത് അതിൻ്റെ ഒരു സ്പേസ് ഇടാം. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടി ബെസ്റ്റായി നോക്കിയാൽ 1 × 3 3 2 × 3 6 3 കറക്റ്റാണ്. ടേബിൾ കറക്റ്റാണ്. ഇനി പ്രശ്നം എന്താണ്? അപ്പോൾ ഇത് നമ്മളോട് സേവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത് എക്സാം 10 റൺ ദ. ഇനി മോഡിഫൈ ദ പ്രോഗ്രാം ടു ഗെറ്റ് ദ പ്രിന്റ് അപ് ടു 10 × 3 10 × 3 വരെ വേണം. ഓക്കെ, അപ്പം ഇപ്പം എത്രയാ? വൈൽ ലൂപ്പ് i less than 5 i less than 5 എന്ന് പറയുമ്പം ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ i എന്ന് പറഞ്ഞാൽ 1 2 3 4 4 കഴിഞ്ഞിട്ട് കൂടുമോ? ഇല്ല, ലെസ് ദാൻ 5 അപ്പോൾ നമുക്ക് 10 വരെ വരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 10 കൊടുത്താൽ മതിയോ? 10 കൊടുത്താൽ 1 2 3 4 5 6 7 8 9 വരും. 10 ആവൂല. അപ്പോൾ നമ്മൾ ലെസ് ദാൻ 10 എനിക്ക് വരണമെങ്കിൽ ലെസ് ദാൻ 11 കൊടുക്കണം. അപ്പോൾ 10 വരെ വരും. അപ്പോൾ ഞാൻ ലെസ് ദാൻ 11 കൊടുക്കുന്നു. നിങ്ങൾക്ക് തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് 10 വെച്ചിട്ട് റൺ ചെയ്ത് നോക്കാം. നോക്കിയേ, അപ്പോൾ ഇത് 9 വരെ വന്നുള്ളൂ. കാരണം 9 to 3 കാരണം എന്താണ്? 10 ലെസ് ദാൻ 10 ഓക്കെ, ലെസ് ദാൻ ഈക്വൽ ചെയ്യുന്ന കുഴപ്പമില്ല, പക്ഷെ നമുക്ക് അതിലേക്ക് പോകണ്ട. ലെസ് ദാൻ 11 കൊടുക്കുക. നിങ്ങളെപ്പോഴും ചെക്ക് ചെയ്യണം നിങ്ങളുടെ കോഡ്. ഓക്കെ, 30 വരെ വന്നു. 10 × 30 കഴിഞ്ഞു. സെറ്റ്, എല്ലാം ബ്യൂട്ടിഫുൾ. അപ്പോൾ 3ൻ്റെ ടേബിൾ കഴിഞ്ഞു. ഓക്കെ, ഇത് നിങ്ങൾ സേവ് ചെയ്യുന്നു. അപ്പോൾ സേവ് ആയിട്ടുണ്ടാവും ഓഫ് കോഴ്സ്. ഇപ്പോൾ എക്സാമിൽ നിങ്ങളോട് പെട്ടെന്ന് പറയണം. ഓക്കെ, നിങ്ങളോട് പറയാം, ഇപ്പോൾ 3ൻ്റെ ടേബിൾ ഞാൻ കോഡ് തന്നു. നിങ്ങളോട് 5ൻ്റെ ടേബിൾ ആക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? ഇത്രേ ഉള്ളൂ. വൈൽ ലൂപ്പ് മാറുന്നില്ല, 10 വരെ ഉള്ളത്. പ്രിൻറ്റ് i അതും കുഴപ്പമില്ല. x5 x3 അല്ല, × 3 എന്നല്ല എഴുതി കാണിക്കണം, × 5 എന്ന് കാണിക്കണം. എന്നിട്ട് എന്താ കോഡിൽ i*3 അല്ല, i × 3 അല്ല, i × 5 ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 5ൻ്റെ ടേബിൾ കിട്ടി കഴിഞ്ഞു. 3യിലുള്ളതൊക്കെ 5 ആക്കി, അത് കഴിഞ്ഞു. കണ്ട 5ൻ്റെ ടേബിൾ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഞാനിത് ബാക്ക് ടു 3 ആക്കട്ടെ. ഓക്കെ, ഇത്ര ഉള്ള സംഭവം, വേറൊരു വ്യത്യാസമില്ല. ഓക്കെ, റണ്ണ് കൊടുക്കുന്നു ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കോഡ് കൊടുത്ത് സെറ്റാക്കി. അപ്പോൾ നമ്മുടെ പൈത്തൻ്റെ ഈ പ്രോഗ്രാമും കഴിഞ്ഞു. ഇനി ഒരു പ്രോഗ്രാമും കൂടി ഉള്ളൂ, ഇൻപുട്ട് എടുത്തിട്ട് ഔട്ട്പുട്ട് കൊടുക്കുക. അതും കൂടി നമുക്ക് നോക്കിയാൽ നമ്മുടെ പൈത്തൺ പ്രോഗ്രാം ഈ ചാപ്റ്റർ 3 സെറ്റായി. ഓക്കെ, അപ്പം തന്നിരിക്കുന്നത് എന്താണ്? ഗിവൺ ബിലോ ഇസ് എ പൈത്തൺ പ്രോഗ്രാം ടു ഗെറ്റ് എ മെസ്സേജ് ദാറ്റ് യു ആർ എ സ്റ്റുഡൻറ്റ് ഓഫ് ഡാഷ്. ഓക്കെ, വെൻ ദ സ്കൂൾ നെയിം ഓഫ് വെൻ യുവർ സ്കൂൾ. അപ്പോൾ നിങ്ങൾ സ്കൂൾ പേര് കൊടുക്കുന്നു. അപ്പം പ്രോഗ്രാം പറയുന്നു യു ആർ എ സ്കൂളിൽ, അപ്പോൾ യു ആർ സ്റ്റുഡൻറ്റ് ഓഫ് ഫോർ എക്സാമ്പിൾ XYZ സ്കൂൾ എന്ന് എടുത്താൽ നിങ്ങൾ ആ സ്കൂളിലെ കുട്ടിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദർ ഇസ് എ മിസ്റ്റേക്ക് ഇൻ ദ സെക്കൻഡ് ലൈൻ. രണ്ടാമത്തെ ലൈനിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുന്നു. ടൈപ്പ് ദ പ്രോഗ്രാം മോഡിഫൈഡ് സോ ദാറ്റ് കറക്റ്റ് ഔട്ട്പുട്ട് കംസ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. നമ്മളെന്താ IDLE എടുക്കുന്നു. ഇവിടെ ടൈപ്പ് ചെയ്യുന്നില്ല, ഫയൽ ന്യൂ ഫയൽ. ഓക്കെ, ഈ കോഡ് അങ്ങനെ തന്നെ കോപ്പി അടിക്കാം. ഓക്കെ, S is equal to input. S is equal to input എന്ന് പറയുമ്പോൾ എന്താണ്? S എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. അതിന് എന്താ വാല്യൂ എടുക്കേണ്ടത്? 5 10 200 എന്ത് വാല്യൂ? ആ ഇൻപുട്ട് നിന്ന് കിട്ടുന്നത്. ഇൻപുട്ട് എന്താണ്? കീബോർഡിൽ കൂടെ ഉള്ള ഇൻപുട്ട്. ആ ഇൻപുട്ടിൻ്റെ മെസ്സേജ് ആദ്യം കൊടുക്കുക. റീഡ് സ്ട്രിങ്. അപ്പോൾ ആദ്യം തന്നെ എന്താ ഇൻപുട്ട് കൊടുക്കേണ്ടത്? എൻ്റർ യുവർ സ്കൂൾസ് നെയിം. ഓക്കെ, എന്നിട്ട് സ്പേസ് കോളൻ, എന്നിട്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പം അതിന് ഇത് ഇൻപുട്ട് കൊടുത്തോളൂ. എന്നിട്ട് എന്താണ്? പ്രിൻറ്റ് എന്താ ചെയ്യേണ്ടത്? പുറത്തേക്ക് കാണിക്കേണ്ടത് യു ആർ എ സ്റ്റുഡൻറ്റ് ഓഫ് സ്പേസ് കോൾസ് ക്ലോസ് പി എന്നുള്ള ആ വേരിയബിളിൻ്റെ ഔട്ട്പുട്ടും കൊടുക്കുന്നു. നമ്മളിത് ആദ്യം റൺ ചെയ്യുന്നു. അപ്പോൾ സേവ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമ്മൾ സേവ് ചെയ്യാം. എക്സാം 10 നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ 8386_10. ഓക്കെ, അപ്പോൾ എൻ്റർ യുവർ സ്കൂൾ നെയിം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? നമുക്ക് എക്സാം വിന്നർ എന്ന് കൊടുക്കാം. എക്സാം വിന്നർ. ഇതെന്താ കൊടുത്തത്? ട്രേസ് ബാക്ക് കോൾ ബ്ലാ ബ്ലി ബ്ലൂ യു ആർ എ സ്റ്റുഡൻറ്റ് ഓഫ് പി. എന്താണ് കൊടുത്തിരിക്കുന്നത്? പി. പക്ഷേ പ്രശ്നം തന്നെ ഇവർ പറയുന്നത് നെയിം പി ഇസ് നോട്ട് ഡിഫൈൻഡ്. ഇവിടെ പി എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിന് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ നിങ്ങളോട് പറഞ്ഞു എൻ്റർ യുവർ സ്കൂൾ നെയിം. ആ സ്കൂൾ നെയിം എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? എസ് എന്നുള്ള വേരിയബിളിലാണ്. ഓക്കെ, എസ് എന്നുള്ള വേരിയബിളിലാണ് സ്കൂൾ നെയിം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ എസ് അല്ലേ പ്രിൻറ്റ് ചെയ്തത്? യുവർ സ്റ്റുഡൻറ്റ് ഓഫ്
എസ് എന്നല്ലേ വരേണ്ടത്. അപ്പോൾ നിങ്ങൾ പി എന്നുള്ള വേരിയബിൾ കമ്പ്യൂട്ടറിന് അറിയാം, നിങ്ങൾ വെറുതെ ഇട്ടാൽ എസ് എന്ന് കൊടുക്കണം. ഇനി അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടിടത്തും എസ്സിന് വരെ രണ്ടത് പി ആക്കിയാലും മതി. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞു രണ്ടാമത്തെ ലൈനിൽ എറർ. അപ്പോൾ എസ് ഇൻപുട്ട് ആയതുകൊണ്ട് നമുക്ക് അത് തന്നെ എസ് തന്നെ എവിടെയും കൊടുക്കാം. അപ്പോൾ എസ് കൊടുത്തു. ഇനി പേര് വന്നോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എൻ്റർ യുവർ സ്കൂൾ എൻ്റെ എക്സാമിനർ കൊടുത്തു, യു ആർ സ്റ്റുഡൻറ്റ് ഓഫ് എക്സാമിനർ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ പറ്റും, മൾട്ടിപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വേണം, അഡീഷൻ വേണം, സബ്ട്രാക്ഷൻ വേണം, ഇൻപുട്ട് ഔട്ട്പുട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതും ചെയ്തു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. അപ്പോൾ ഇതോടെ നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് നമ്മുടെ 3rd ചാപ്റ്റർ കമ്പ്യൂട്ടർ ലാംഗ്വേജും അടിപൊളിയായി മനസ്സിലാക്കി വിചാരിക്കുന്നു. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസും കാണാൻ മറക്കരുത്. പ്രാക്ടിക്കൽ പോയി തകർക്കുക. ഇതേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫൈനലിൽ വരിക. സോ ഓൾ ദി ബെസ്റ്റ്. തിയറിൻ്റെ ഏതെങ്കിലും സ്പെഷ്യലായിട്ട് വീഡിയോ ആണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.